നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. അടുത്തായിട്ട് അനുശോചന സന്ദേശം അറിയിക്കാൻ വേണ്ടി വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ് സാറിനെ ക്ഷണിച്ചു. സാറിൻ്റെ പേരിലുള്ള അനുശോചനം. വൈദിക ശ്രേഷ്ഠർ, നമ്മളെ ഒരു വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ മരണപ്പെടുമ്പോൾ അത് കുടുംബത്തിൽ ഉള്ളവരെ പോലെ തന്നെ എല്ലാവരിലും ഉളവാക്കുന്ന ദുഃഖം വളരെ വലുതാണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ മരണം എന്ന് പറയുന്നത് ഒരു ചെറിയ വേർപിരിയലാണ്. അതിനുശേഷം കിട്ടുന്ന ആ നിത്യ സൗഭാഗ്യത്തെ പറ്റിയൊക്കെ കർത്തദാസന്മാരെ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ജനപ്രതിനിധി പറഞ്ഞതുപോലെ അവരുടെ ആ വിശ്വാസത്തിലും അവരുടെ പ്രാർത്ഥനയിലുമൊക്കെ ആശ്വാസം ഉൾക്കൊള്ളുവാനായിട്ട് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഓർമ്മകൾ എന്നും അവരിൽ പച്ചപിടിച്ച് നിൽക്കി അവർക്ക് ആശ്വാസം പകരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അനുശോചനവും എൻ്റെ വ്യക്തിപരമായ കുടുംബപരമായുള്ള അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാറിനോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനുശോചന സന്ദേശത്തിൻ്റെയൊക്കെ സമയങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരാടെ ഒരു വിറത്രാസിൻ്റെ വേദനയില്ല, എന്നാൽ ജീവിക്കുന്നതിനാണ് വേദനയുള്ളത്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ ഒരു അളിയൻ്റെ മോൻ കൂടെയാണ്. ആ നിലയിലും ഈ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കൂടുതൽ സമയം എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ വളരെ പ്രത്യാശിക്കുന്ന നാമോ അവനോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീനെന്ന് ആ ആശ്വാസവചനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പട്ടിത്താനം സഭയുടെയും എൻ്റെ വ്യക്തിപരമായ നിലയിലുള്ളതായിരിക്കുന്ന അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. പ്രിയ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. അനുശോചനങ്ങളുടെയും ആശ്വാസ വചനങ്ങളുടെയും സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് WMEയുടെ ഡിസ്ട്രിക്ട് മിനിസ്റ്റർമാർക്ക് സമയങ്ങളെ വേർതിരിക്കുന്നു. അവർ ചുരുക്കം 5 മിനിറ്റുകളിൽ ദൈവജന ശുശ്രൂഷകൾ നിർവഹിക്കും. ഭവനത്തിലെ സമാപന സന്ദേശം WME ദൈവസഭകളുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയിംസ് ഫിലിപ്പ് നമുക്ക് നൽകി തരുന്നതായിരിക്കും. വാത്സല്യ കുഞ്ഞിനെ നമുക്ക് സന്തോഷത്തോടെ ഈ ദിവസം വരെ, കഴിഞ്ഞ രാത്രി മുതൽ ഈ സമയം വരെ നമ്മുടെ എബിമോനെ കുറിച്ചുള്ള നല്ല അനുസ്മരണങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭകളിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഉള്ളായം ദൈവസഭയിൽ ശുശ്രൂഷിച്ച ദൈവദാസന്മാരുടെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ദൈവസഭയെയും ദൈവിക ആരാധനയെയും ദൈവദാസന്മാരെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ വാത്സല്യ കുഞ്ഞ് ആരാധനകളിൽ പായിടുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ ക്രമത്തിലാകുമെന്ന് പറയുമ്പോൾ അത്ര ആത്മാർത്ഥതയാണ് ആ കുഞ്ഞിന് ദൈവസന്നിധിയിൽ ദൈവാരാധനയോടുള്ളത്. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പല ഭവനങ്ങളിലും സംശയത്തോടു കൂടിയാണ് നമുക്ക് വീണ്ടും കാണാം എന്ന് ഞങ്ങളും പറയുന്നത്. എന്നാൽ ഇന്ന് പകലിൽ നിസ്സംശയം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ എബിമോനെ തീർച്ചയായിട്ടും തേജസ്സിന്റെ വസ്ത്രധാരിയായിട്ട് അക്കരെ നാട്ടിൽ കാണും. അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. അവനതുകൊണ്ട് സന്തോഷത്തോടു കൂടി വേണം. ദുഃഖം നമുക്കുണ്ട്, നമ്മുടെ മകനാണ്. നമുക്ക് തീവ്രമായ ദുഃഖം എല്ലാവർക്കും ഉണ്ടെങ്കിലും ലാസ്റ്റിൽ നമ്മുടെ സമാപന ആരാധനയിൽ
പ്രിയ ജോയ് പാസ്റ്റർ ചാർജ് എടുത്ത ആ ഞായറാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ സമയത്ത് പാടി ദൈവത്തെ ആരാധിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ട് കരമടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ചു പാടി നമ്മൾ നമ്മുടെ കുഞ്ഞിനെ യാത്ര അയക്കുവാൻ പോവുകയാണ്. കാരണം ഇത് നഷ്ടമല്ല. തിരുവചനം പറയുന്നു, മരിക്കുന്നത് ഏറെ ലാഭമാണ്. ഒരു ക്രൈസ്തവർക്ക് മാത്രം പറയുവാൻ കഴിയുന്ന ആമേൻ ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇപ്പോൾ കൊയർ അനുഗ്രഹീതമായ ഒരു ആശ്വാസ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കും. അതിനുശേഷമായിട്ട് ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന കൃത്യദാസന്മാർ പ്രാരംഭമായിട്ട് ചിറ്റാർ പെരുന്നാട് ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ശേഷദാസൻ പാസ്റ്റർ KJ മാത്യു അവர்கள் ദൈവസഭയുടെ കൗൺസിൽ മെമ്പർ കൂടിയാണ്. പ്രിയ ദൈവദാസൻ നമ്മളോട് ആശ്വാസ വചനങ്ങൾ അറിയിക്കും. അതിനുശേഷമായിട്ട് കോട്ടയം ഡിസ്ട്രിക്ട് മിനിസ്റ്റർ പാസ്റ്റർ റെജിമോൻ ജോസഫ് അവர்கள் നമ്മളോട് ആശ്വാസ വചനങ്ങൾ അറിയിക്കും. അതിനുശേഷം കങ്ങഴ ഡിസ്ട്രിക്ട് മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ KJ മാത്യു അവர்கள் നമ്മളോട് ആശ്വാസ വചനങ്ങൾ അറിയിക്കും. സമാപന സന്ദേശമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി നമ്മൾക്ക് ആശ്വാസ വചനങ്ങളെ നൽകും. കൃത്യം 12 മണിയാകുമ്പോൾ നമ്മുടെ ശുശ്രൂഷ നിർവഹിച്ച് നമ്മൾ സെമിത്തേരിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവിക സന്നിധിയിലായിരിക്കാം. ഇനിയും കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് സമയം അനുവദിക്കുവാനുള്ള അവസരങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ പേരുള്ളതായിരിക്കുന്ന അനുശോചനങ്ങൾ ലാസ്റ്റ് സമയം നിങ്ങളുടെ പേര് നൽകുന്നെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ പേരുകൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. പ്രിയ സിബിച്ചാൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ശല്യ സഹോദരൻ യാക്കു, പ്രിയ സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നത് വളരെ പ്രത്യാശയോടുകൂടിയായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കും. ഇപ്പോൾ കൊയ്യാൻ ഒരു ആശ്വാസഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പാടി കർത്താവിനെ ആശ്വസിക്കാം. കല്യാണ മഹൽ ദിനത്തിൽ നാം മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭാസാരി പൂർണ്ണതയോടെ കാന്തയായി നിൽക്കും ശോഭാസാരി കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ
അവനായി ദൈവം ഒരുക്കിയ നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. ഇന്നലെയാണ് ഈ വിവരം ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഇവനെ കുറിച്ച് പറയുകയും ഭാരപ്പെടുകയും ഒരു ഭാഗത്ത് സന്തോഷിക്കുകയും ചെയ്തു. ഉള്ളായം സഭയുടെ ഇപ്പോഴുള്ള അവസ്ഥയല്ലായിരുന്നു ഒരു 12 വർഷത്തിന് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്നൊരിക്കലും ഓർത്തതല്ല. പ്രത്യേക ദേവദാസന്മാരൊക്കെ പറഞ്ഞതുപോലെ ഉള്ളായം ദൈവസഭയുടെ വളരെ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പൈതൽ തന്നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയ സിബിച്ചിനോട് നിൽപ്പുണ്ട്. നിൽക്കുന്ന നല്ല വിങ്ങുന്ന വേദന, ആ മനസ്സിൻ്റെ സങ്കടം എനിക്കറിയാം. ഞാനിവിടെ ഇരിക്കുമ്പോൾ WME ദൈവസഭകളുടെ സ്ഥാപകനായ എൻ്റെ പിതാവ് പാസ്റ്റർ CS മാത്യു, അദ്ദേഹത്തിന് ദൈവം ദാനമായി കൊടുത്ത 11 മക്കൾ, അതിൽ 8 പേർ ഒന്നിനു പുറകെ ഒന്നായി തികച്ചും ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് കടന്നു പോയപ്പോൾ അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. അത് ചേർന്ന് നമുക്ക് അതിനൊരടി പാടാം. ആ മരണവാർത്ത കേട്ട് ശുശ്രൂഷ അവിടെ നിർത്തിയില്ല. അവിടെ നിന്ന് അദ്ദേഹം നടന്ന് കരിയപ്ലാവിലെത്തി മകളുടെ ശരീരത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് എഴുതിയൊരു പാട്ടാണ്. അതൊന്ന് ചേർന്ന് പാടാം. മരണയോർദാൻ എനിക്കെതിർപ്പെടുമ്പോൾ, മരണയോർദാൻ എനിക്കെതിർപ്പെടുമ്പോൾ, മരണത്തെ ജയിച്ചവർ അനുദിനവും, മരണത്തെ ജയിച്ചവർ അനുദിനവും മുമ്പിലും തളർന്നു പോകാത്ത പ്രത്യാശയുള്ള ഒരു ജനവിഭാഗം ദൈവത്തിന്റെ സഭയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെ നിർവചിക്കുവാൻ മരണം രുചിച്ച ആരും ഇന്ന് ലോകത്തിലില്ല. മരണത്തെ ഇങ്ങനെയാണ് എന്ന് നിർവചിക്കുവാൻ ത്രാണിയുള്ള ശേഷിയുള്ള ഒരു വ്യക്തി പോലും ഇന്ന് ലോകത്തിലില്ല. മരണം അത്രമാത്രം ലോകത്തെ ഭീതിപ്പെടുത്തുന്ന, വളരെ നിസ്സംഗമായി മാത്രമേ മരണത്തെ അഭിമുഖീകരിക്കുവാൻ ലോകത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ ഹൃദയത്തിൽ ഒരു നിത്യമായ പ്രത്യാശയുണ്ട്. ഞാൻ മരിച്ചാലും ജീവിക്കും. ഏറിയ പങ്ക് തീർച്ചയായിട്ടും പ്രിയ സിബിച്ചൻ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ
മക്കൾ മരിക്കുക അത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഏക മകന്റെ ദേഹവിയോഗം, അതിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചില ചിന്തകളുണ്ട്. അതിലൊന്ന്, ദേഹം ദേഹി ആത്മാക്കൾ തമ്മിൽ വേർപെടുന്നതാണ് മരണം. വേർപെട്ടിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ്. ദേഹം അത് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുക, അത് ദൈവത്തിലേക്ക് അത് മണ്ണിലേക്ക് തിരിച്ചു വരും. ദേഹി, തിരുവചനം പറയുന്നത് ദൈവം തന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പദം നെഫേഷ് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. നെഫേഷ്, ശ്വാസം. അത് ദൈവത്തിൽ ആ ശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാര്യകാരണ ബോധങ്ങൾ ഈ ശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ധാർമ്മികമായ ചിന്തകൾ ഈ ശ്വാസത്തിലാണ് ഇരിക്കുന്നത്. മനുഷ്യന്റെ വ്യക്തിത്വം ഈ ശ്വാസമാണ് അതിന്റെ മൂലമായ വസ്തുവായിരിക്കുന്നത്. ഇതെല്ലാം ഭാഗമുണ്ട്. എന്നാൽ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ മറയപ്പെടുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ സത്യമാണ്. ക്രിസ്തുവിനോടുകൂടെ മറയുന്ന ആ പദം എങ്ങനെയാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? കോയിമാവോമായി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക്. നിങ്ങളുടെ പ്രത്യാശ കൈവിടാതെ കർത്താവിൽ തന്നെ ഉറപ്പായി നിൽക്കുക. കർത്താവ് വേഗം വരാൻ പോകുന്നു. അവന്റെ വരവിങ്കൽ പ്രിയ എബിമോനെ തേജസ് വാരി ചുറ്റിയവനാണ്. ഹല്ലേലൂയ. വിൺമയ ശരീരത്തോടെ വീണ്ടും കാണാം. ആ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു പൈതലായിരുന്നു. WME എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി ജീവിതത്തിൻ്റെ അവസാനം വരെയും ആത്മാഭിമാനത്തോടെ ഈ ദേശവാസികൾക്ക് ഒരു പാഠമായി ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ ദൈവാന്വേഷനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു, വേദന ഉണ്ടെങ്കിലും ഞാനത് ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവമക്കളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, കഴിഞ്ഞ 26 വർഷമായി ഞാൻ ഈ വേദന മനസ്സിൽ ഇട്ട് നടക്കുന്നു. അവൻ്റെ ജനനം ജനിച്ച 2-ാം ദിവസത്തോടുള്ള ചികിത്സയും കാര്യങ്ങളും അവനെ തിരുമാൻ നെടുങ്കണ്ടം ഉള്ള ഒരാളുടെ അടുത്ത് പോയി, ആലപ്പുഴയിൽ പോയി, വൈദ്യന്മാരുടെ അടുത്ത് പോയി. അവിടെ എല്ലാം പോകുമ്പോഴും WMEയുടെ ദേവദാസന്മാർ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഒരു ദിവസം പോലും ഞങ്ങൾ സഭായം മുടങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും ദൈവദാസന്മാർക്കുള്ള ആഹാരം മുടങ്ങിയിട്ടില്ല, സ്വോത്രകാഴ്ച മുടങ്ങിയിട്ടില്ല. എനിക്ക് സഹോദരന്മാരുണ്ട്, അവർക്ക് മക്കളുണ്ട്, ഭാര്യമാരുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും അവനെ ആരും വേദനിച്ചു. അവൻ്റെ ആഗ്രഹം തീരുന്നവരെ അവനെ ചികിത്സിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച കിടന്നു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറയുകയുണ്ടായി. ഞാൻ അവിടെ വട്ടം കൂടി ഡോക്ടർമാരോടെല്ലാം പറഞ്ഞു, അവൻ്റെ കാലിൻ്റെ നഖം മുതൽ തലമുടി നാര് വരെ പരിശോധിച്ചു. അതിനെത്ര ലക്ഷം ചിലവായാലും അത് ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ലക്ഷ്യമുണ്ടായിട്ടല്ല, ദൈവം ഞങ്ങളെ ഒരു ഫലം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ധീരനൊരു യോദ്ധാവിനെയാണ് 25 വർഷക്കാലവും ഈ ദേശവാസികൾക്ക് തന്നത്. ഞാൻ ജോലി ചെയ്യുന്ന കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ, ഈ ജില്ലയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും വന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ്, ജനപ്രതിനിധികൾ, വിവിധ കോർപ്പറേഷൻ ചെയർമാന്മാർ, ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കേരള സ്പിന്നിംഗ് മിൽ ചെയർമാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇന്നലെ മുതൽ ദൈവവചനം എന്താണ്, ദൈവദാസന്മാരെന്താണ്, ഈ ദേശവാസികൾ മൊത്തത്തിൽ വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ടു.
ആണ് ദൈവദാസന്മാർ ഇന്നലെയും മുതൽ ഈ സമയം വരെ ഇരിക്കുന്നത്. സമയം 11:30 എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിലും കുറച്ച് സമയം കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടി ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ ഞാനിവനെ ചെറിയൊരു അടി കൊടുത്ത് വഴക്കുണ്ടായപ്പോൾ ആ വഴക്കുണ്ടായി കഴിഞ്ഞ് ഇവനെ കാണാനില്ല. ഞങ്ങൾ 4 വശം നോക്കി, ഇവനൊന്നും മടിച്ചില്ല. മണിമല സ്റ്റേഷനിൽ ചെന്ന് അപ്പം തൂക്കം പിടിച്ചൊരു പോലീസുകാർ നിൽക്കുക. ഇവൻ ചോദിച്ച് SI ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവനെ കണ്ടപ്പം തോന്നി വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. പോലീസുകാരൻ പറഞ്ഞ് സർക്കിളുണ്ടെന്ന് പറഞ്ഞു. സർക്കിളിൻ്റെ നേരെ ചെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെ ഒന്ന് പിടിക്കണം, 2 അടിയൊക്കെ വെച്ച് കൊടുക്കണം. എന്നാന്ന് ചോദിച്ചു. എന്നെ വഴക്ക് പറഞ്ഞു. പെണ്ണെ വഴക്ക് പറഞ്ഞു പറയാനായി തോന്നി. സർക്കിളിനോട് അതേ വാചകത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ചെയ്യും, അല്ല ഞാൻ SP വിളിച്ചോളാം അവിടെ. ഉടനെ സർക്കിൾ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് CB ആണോ? അതെ, അവിടെ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആ സർക്കിൾ ദൈവമക്കളെ ദിവസന്മാരെ കൈ കൂപ്പി നിൽക്കുക. ഞാൻ അവർക്ക് SI ഈ സർക്കിൾ എന്നാ പറ്റി, എൻ്റെ പണി കളയായിരുന്നു. റബ്ബർ വെട്ടിയും കൂലിപ്പണി ചെയ്തും തടിപ്പണി ചെയ്താണ് ഞാൻ ടെസ്റ്റ് പാസ്സായത്. ഇവൻ SP പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ പോലും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അങ്ങനെ എവിടെയും കയറി ചെല്ലാനുള്ള ധൈര്യം ഇവന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾക്കത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അതിനെല്ലാം ഉപരി ദേവദാസൻ പറഞ്ഞ പോലെ ആ പായും പള്ളിയിൽ ആദ്യം പോവും. അത് നിങ്ങൾ സാധാരണക്കാർ പോകുന്നതല്ല, ഒരു കറുത്ത പാൻസും ജുവായിട്ടാണ്, ഒരു ബൈബിളും പിടിച്ചാണ്. ഒരുമാതിരി ആൾക്കാർ കണ്ടാൽ ദൂരെ നിന്ന് വരുന്ന ആരാ. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവനെ അങ്ങനെ പോയിട്ട് എടുത്തിട്ടോ അല്ല, ദൈവം അവനെ മാനിച്ചനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം വരെ അവൻ്റെ ഒരു ആഗ്രഹത്തിനും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ പറയത്തില്ലേ സിബിക്ക് പ്രയാസമില്ലെന്ന്. എനിക്കിവൻ മരിച്ചതാണെന്ന് യാതൊരു തോന്നലുണ്ടായിട്ടില്ല. കാരണം ഒരു പിതാവ് എന്ന നിലയിൽ ഇവന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അനിയന്മാരും എല്ലാവരും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരട്ടെ. ഇവിടെ കൂടിയ എൻ്റെ നല്ലവരായ നാട്ടുകാരോട് ആദ്യം നന്ദി പറയാം. ഇന്നലെ മുതൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വന്ന് ഞങ്ങളോട് സഹകരിക്കുകയും ദൈവദാസന്മാരും അടക്കം ഡിസ്ട്രിക്ട് ഭാഷ സഹിതം ഇവിടുന്ന് പോയ ഭാഷമാർ സഹിതം ദൈവമക്കൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർ. ഇവനാദ്യം പഠിച്ചത് SILP സ്കൂൾ ഉള്ളായം, UP സ്കൂൾ ഉള്ളായം, മണിമല ഹയർ സെക്കൻഡറി സ്കൂള്, മണിമല ഹൈസ്കൂള്, നെടുങ്കുന്നം ഹയർ സെക്കൻഡറി സ്കൂള്. ഇതുപോലൊരു കുട്ടി, ശാന്തനായൊരു കുട്ടി അവിടെ പഠിച്ചിട്ടില്ലെന്ന് പലതവണയും അവിടുത്തെ മാഷെന്നോട് പറയാൻ. ഇവൻ്റെ ജീവിതം ഞങ്ങൾക്കൊരു മാതൃകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മുതൽ ആകാരം ചെയ്ത ഭവനം, അതിനുവേണ്ടി ചെലവഴിച്ച സൗകര്യ സാധനന്മാർ, നിങ്ങൾക്കൊക്കെയും പ്രതിഫലം തരാൻ ഞങ്ങളുടെ ഇല്ല, പക്ഷേ നസ്രനായ യേശു നിങ്ങൾക്ക് തരും. എല്ലാവർക്കും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പരിഹാരം കുടുംബത്തിന് അംഗം കുടുംബ കൂട്ടായ്മ, ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക നിരവധി സംഘടനകളുടെ ആൾക്കാരും വന്നിട്ടുണ്ട്. പ്രിയ കൊയർ. അതിലുപരി ഞങ്ങളുടെ ഈ ദുഃഖവേളയിലും ഈ സമയം നീണ്ടുപോയെങ്കിലും വളരെ ക്ഷമയോടെ വളരെ കാത്തിരിപ്പോടെ ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും, അതിലുപരി ഇവൻ ഒരു സ്കൂൾ മാത്രം ഞാൻ വിട്ടുപോയി. ഇവൻ ഹീറാം സ്പെഷ്യൽ സ്കൂളിൻ്റെ ടീച്ചറോടുണ്ട്. അവരെ ആശംസിക്കാൻ വിളിച്ചില്ല. കാരണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് ടീച്ചർക്ക് കൂടി ഉണ്ടാകും. കാരണം അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് അവരെ പഠിപ്പിച്ച ടീച്ചർമാരോടുണ്ട്. ആ സ്കൂളിനോടും എല്ലാവരോടും ദേശവാസികളോടും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ നാടിൻ്റെയും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രാഷിൽ എത്രയോ ജീവിതങ്ങൾ മരിച്ചുപോയി. ചില സന്ദർഭങ്ങളിൽ വാഹന അപകടങ്ങളാൽ പലരും മരിച്ചു പോകുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങൾ ചിന്നിച്ചിതറിപ്പോകാറുണ്ട്, കത്തിച്ചാമ്പലായി പോകാറുണ്ട്. ചിന്നിച്ചിതറിപ്പോയ ശവശരീരങ്ങൾ കാഹളം
ധനിക്കുമ്പോൾ തന്റെ ശരീരങ്ങൾ എവിടെയെല്ലാം ചിന്നിത്തീറിയാലും ദൈവശക്തിയാൽ അത് കൂട്ടി യോജിപ്പിക്കപ്പെട്ട് അതിന്റെ മൺമയത്തെ മാറി ഒരു വിൺമയമായ ശരീരമായി, തേജസ്സേറിയ ശരീരമായി പുനരുദ്ധാനം പ്രാപിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പോൾ പ്രിയ മോനെ സിബിച്ചനൊക്കെ എബിമോൻ എന്ന് വിളിച്ചു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിൽ നമുക്ക് ഒരു പുതിയ പേര് ഞാൻ പരദേശവാസിയാണല്ലോ, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, ഞാടതിൽ ഇവക്കാടെ ഇരുളൊരു ലേശവും അവിടെയില്ല, ഞാടതിൽ വിളക്കാടെ ഇരുളൊരു ലേശവും അവിടെയില്ല, തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവരെന്റെ ഉത്സവവസ്ത്രം, ധരിപ്പിക്കും അവരെന്നെ. ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ, ആയിരം ദൂതന്മാർ ശുശ്രൂഷ, ലഭിക്കുമെന്റെ പ്രിയരുമായി വാഴും സമയം, ലഭിക്കുമെന്റെ പ്രിയരുമായി വാഴും സമയം, നിത്യാനന്ദത്താളൻ ഹൃദയവാദിനം, നിത്യാനന്ദത്താളൻ ഹൃദയവാദിനം, കവിഞ്ഞൊഴുകും വന്നറിവും ബഹുദൂരമാ, കവിഞ്ഞൊഴുകും വന്നറിവോൾ കുഞ്ഞാട്ടിൻ കല്യാണ മാതൽ കാറ്റയായിരിക്കും ശോഭാസാരി പൂർണ്ണതയോടെ, കാറ്റയായിരിക്കും ശോഭാസാരി പൂർണ്ണതയോ. ചേർന്ന് മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുക, മിന്നുന്ന വസ്ത്രങ്ങൾ മാതൽ തിരച്ചിൽ കാറ്റയായിരിക്കും ശോഭാസാരി പൂർണ്ണതയോടെ, കാറ്റയായിരിക്കും ശോഭാസാരി പൂർണ്ണതയോടെ, കാറ്റയായിരിക്കും ശോഭാസാരി പൂർണ്ണതയോടെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരുടെ മേലും തുടർന്ന് നടക്കുന്ന യേശുവിന്റെ മേലും വിലാപയാത്രയുടെ മേലും അവിടുത്തെ മാറാത്ത കൃപയും സാന്നിധ്യവും ഇപ്പോഴും എന്നേക്കും ഉണ്ടായി വാഴുമാറാകണമേ. കർത്താവാകുന്ന യേശു മുഖാന്തരം ഈ ദുഃഖവേളയിൽ ജയം നൽകിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗപ്പെടുന്ന രാജാവിന് മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട മുൻപോട്ട് കടന്നു വരാം, മുൻപോട്ട് കടന്നു വരാം. നമ്മളുടെ ഡബ്ല്യുയുടെ കാനം ചിട്ടിയാർ ഉള്ള സെമിത്തേരിയിലാണ് കുഞ്ഞിന്റെ മൃതശരീരം നമ്മൾ സംസ്കരിക്കുന്നത്. അവിടേക്ക് വാഹനങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഒരു ബസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിൽ വന്നിട്ടുള്ളവർ വാഹനങ്ങൾ എടുക്കുക, പരമാവധി ആളുകളെ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരുവാൻ മറ്റുള്ളവരോട് സഹായിക്കുക. സെമിത്തേരിയിലെ ശുശ്രൂഷ നിർവഹിച്ച അനന്തരമായിട്ട്
നമ്മുടെ സിബിച്ചാൻ്റെ ഭവനത്തിൽ മുകളിലെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എല്ലാവിധ സാന്നിധ്യ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിൽക്കുന്നവർ ഇവിടെ നിന്ന് നിങ്ങൾ റോഡിലേക്കൊന്ന് കയറിപ്പോയാൽ ഏറ്റവും നന്നായിരിക്കും. പോകാനുള്ളവർ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ച് പോകാൻ ഇപ്പോൾ അധികം ആളുകൾ കൂടി നിൽക്കുക. ഇപ്പോൾ കൊയർ പ്രത്യാശ ഗാനം പാടുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് പ്രിയ കുഞ്ഞിനോട് യാത്ര പറയാനുള്ളതായ അവസരമാണ്. അന്തിചുംബനം കൊടുത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ശുശ്രൂഷ നിർവഹിച്ച് സെമിത്തേരിയിലേക്ക് യാത്ര ചെയ്യാം. അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ സൂര്യമാരെ പിച്ചുമാറി Oh
സ്വന്തരാജ്യത്തിൽ നിൽക്കുന്നവര് പുറത്തോട്ട് ഇറങ്ങിക്കാട്ടെ. ഇവിടെ നിൽക്കുന്നവർ, അവിടെ കൂടി നിൽക്കുന്ന പുറത്തോട്ട് നിറയ്ക്കാട്ടെ. അന്ത്യചുംബനം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈഡ് വഴി വരാം. ബാക്കിയുള്ളവര് അന്ത്യചുംബനം കൊടുത്തവർ സഹകരിച്ചാട്ടെ. നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട്, നമുക്കറിയാം. അവിടെ സ്ഥലം കൊടുത്താട്ടെ. അന്ത്യചുംബനം കൊടുക്കാൻ ധാരാളം പേര് കടന്നു വരുന്നുണ്ട്, അവർക്ക് സ്ഥലം കൊടുത്താട്ടെ. സെമിത്തേരിയിലേക്ക് പോകാനുള്ളവര് റോഡിലോട്ട് നിങ്ങളുടെ കൂടി നിൽക്കരുത്. മക്കളെ, മറ്റുള്ളവർക്കൂടെ സ്ഥലം കൊടുത്താട്ടെ. മോനെ, മക്കളെ, ഒരു സൈഡ് വഴി വന്നാട്ടെ. ആ സൈഡ് വഴി കൊടുക്കാം.
ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ നമ്മുടെ അന്തരീക്ഷത്തിന് മാറ്റം വരുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു. വേഗം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ യാത്ര അയക്കാം. അമ്മച്ചി ഇനി അമ്മാമ്മയും കുഞ്ഞും സിബിച്ചാനും തിരുമനം കൊടുത്ത് നമുക്ക് ഈ രണ്ടുപേരുടെ കഴിഞ്ഞ് ആരാ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ വിടലേ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ വിടലേ കൊടിയോടെ ഞാൻ വരുന്നേ സങ്കടമു തീർക്കണേ കൊടിയോടെ ഞാൻ വരുന്നേ സങ്കടമു തീർക്കണേ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ വിടലേ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ വിടലേ കൊതിയോടെ ഞാൻ വരുന്നേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. മരിച്ച ഒരുവൻ പിന്നീട് എങ്ങനെ പുറത്തു വരും, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുമോ, വേറൊരു ജീവിതമുണ്ടോ എന്ന ചില സംശയങ്ങൾ ചിലപ്പോൾ നമ്മൾക്കുണ്ടാവാം. എന്നാൽ തിരുവചനത്തിലൂടെ ധന്യനായിരിക്കുന്ന വിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്ന തിരുവചന വേദഭാഗമാണ് വിശുദ്ധ ദൈവദാസന്മാർ നമുക്ക് വേണ്ടി വായിച്ചത്. മരിച്ചവർക്ക് ഒരു ഉയർപ്പുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12-ാമത്തെ വേദഭാഗത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ലായെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കും അവനിലൂടെ ഒരു ഉയർപ്പുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ എബിമോന് കർത്താവിന്റെ സമയത്തിൽ പ്രിയ കുഞ്ഞിന് ഒരു ഉയർപ്പുണ്ട്. 2 പൗലോസ്ലീഹ പറയുന്നത് ഏതുവിധം ശരീരത്തോടെയാണ്. നമ്മൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾക്ക് കേട്ടു. നമുക്കറിയാം, നമ്മളെല്ലാവരും രോഗവും അല്ലെങ്കിൽ മറ്റു വിധമായ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. പ്രിയ കുഞ്ഞും
പല നാളുകൾ രോഗത്താൽ ഭാരപ്പെട്ട് ചില ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പ്രാപിച്ചു. എന്നാൽ ഈ ശരീരമല്ല ദൈവം എന്റെ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ തിരുവചനത്തിൽ 35 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നു. നമുക്കൊരു ശരീരം, ഒരു തേജസ്സിന്റെ ശരീരം. അപ്പോൾ നമുക്കൊരു ഉയർപ്പുണ്ട്, നമുക്കൊരു തേജസ്സിന്റെ ശരീരം. അതിന് എപ്പോഴാണ് ഉയർത്തുന്നത്? അതാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത്. 4 അധ്യായം 13 വേദഭാഗങ്ങൾ കാണുന്നു. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരാകുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ ആ ഗണത്തിൽ പെടുന്നവരാരാണ്? അതാണ് വെളിപ്പാട് പുസ്തകം 14:13 നമ്മൾ വായിച്ചത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ പുണ്യാഹ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ കൂട്ടായ്മ ആചരിച്ച് അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുണ്ട്. അവർക്ക് മാത്രമേ ക്രിസ്തുയേശുവിൽ മരിക്കുവാനിടയായി തീരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ എബിമോൻ 25 വയസ്സുവരെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഒരു നല്ല ആത്മീയ ജീവിതം നയിപ്പാൻ പ്രിയ കുഞ്ഞിനെ കർത്താവ് സഹായിച്ചത് നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കാരണം നാളത്തെങ്കിൽ തേജസ്സിന്റെ വസ്ത്രധാരിയായിട്ട് നമ്മുടെ വാത്സല്യ പൈതലിനെ നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടത് മരിച്ചവർ ആഭാരവൃത്തം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ഉയർത്തെഴുന്നേൽക്കുക അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരുന്നാൽ പിന്നീട് ഒരു തീർച്ചയായിട്ടും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ കഴിയാതെ ഈ വാത്സല്യ ഫ്യൂണറൽ സർവീസിൽ ആരെങ്കിലും സംബന്ധിക്കുന്നെങ്കിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ ഒരു നല്ല സമയം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഈ പ്രിയ കുഞ്ഞ് ഭാഷണവും വാക്കുകളുമില്ലാതെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നു, മരിച്ചവർ ആഭാരവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് ഈ ജഡത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണമാണ്. അത് വിശദീകരണം പറയേണ്ട കാര്യമാണ്. സമയപരിധികൾ കൊണ്ട് ഞാൻ അത് വിടുകയാണ്. അതുകൊണ്ട് ആ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കാതെ നിത്യരക്ഷയുടെയും അല്ലെങ്കിൽ നിത്യജീവന്റെയും അവകാശികളായി തീരുവാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യും. ഇത് തീർച്ചയായിട്ടും പ്രിയമോന്റെ ഒരു വിശ്രമമാണ്. എന്തിനായിരിക്കുന്നുള്ളൂ? ആമേൻ. ദാനിയേലിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീയോ അവസാനം വരുവോളം വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ വാത്സല്യ കുഞ്ഞിനോട് പറയാം, ആമേൻ. പ്രിയ വിമോനെ പോയി വിശ്രമിച്ചു. ആമേൻ. വിശുദ്ധന്മാർ ഉയർത്തുന്നതായിരിക്കുന്ന പൊൻപുലര് കുഞ്ഞെ ഞങ്ങൾ തീർച്ചയായിട്ടും നിന്നെ കാണുവാനിടയായി. ആ ഒരു വലിയ പ്രത്യാശയുണ്ട്. ആ വലിയ പ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സന്തോഷത്തോടെ പ്രത്യാശയോടെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് യാത്രയാക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ആമേൻ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിടുന്നു എങ്കിൽ ദൈവത്തിനാ നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം.